ശിവഭദ്രൻ ഭാഗം 12. രചന അവതരണം നിളാകാർത്തിക. ആശ്രമത്തിലെ അമ്മ പോയതും അകത്തേക്ക് കയറിയിരുന്നു എല്ലാവരും. എന്നാലും ഏട്ടൻ പാവങ്ങൾ സഹായിക്കുവേ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ മുത്തശ്ശി. ഉണ്ണി അതും പറഞ്ഞ് സോഫയിലേക്ക് ഇരുന്നു. മോളുടെ വിവാഹം നടത്തിയത് അവനാണെന്ന് അറിഞ്ഞപ്പോൾ എന്തോ ഇതെല്ലാം ദൈവവിധി തോന്നുവാ എനിക്ക്. അഭി പോകാനും കണ്ണൻ മോളെ കല്യാണം കഴിക്കാനും. മുത്തശ്ശിയുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയാളെ ഒന്ന് കാണണമെന്ന് തോന്നി. താൻ അറിഞ്ഞതല്ല യഥാർത്ഥത്തിൽ ശിവഭദ്രൻ എന്നൊരു തോന്നൽ. മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാൾ ഫോണിൽ കൂടെ ആരെയോ ചീത്ത പറയുന്നുണ്ട്. ദേഷ്യത്തോടെ ഫോൺ വെച്ച് തിരിഞ്ഞതും കണ്ടു ഭദ്രൻ തന്നെ നോക്കി നിൽക്കുന്നവളെ. എന്താ? സ്ഥായിയായുള്ള കോപത്തോടെ ചോദിച്ചു അവൻ. അത് നിങ്ങൾക്ക് എന്നെ നേരത്തെ അറിയാമായിരുന്നോ? എന്നിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ? ഈ സഹായം ചെയ്യലൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയാണ്? നിന്നെ എന്നല്ല, ഞാൻ സഹായിക്കുന്ന ആരുടെയും മുഖം ഓർത്തു വെക്കാറില്ല ഈ ഭദ്രൻ. പിന്നെ സഹായിക്കുന്നത് എൻ്റെ കാശ് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും. എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട, കേട്ടല്ലോ? ഓഫീസിൽ പോകാൻ നോക്ക്. ഷാർപ്പ് 9:30 ചെന്നിരിക്കണം. വെറുതെ ശമ്പളം തരില്ല ഭദ്രൻ. ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പോകുന്നവനെ ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്നു അവൾ. ഞാൻ എന്താ ചോദിച്ചേ? ഇയാൾ എന്താ പറഞ്ഞത്? ഇയാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി അമ്മയ്ക്ക് തെറ്റിയതാവുമോ? ഈ കാട്ടാളനായിരിക്കില്ല. എന്തൊരു മനുഷ്യനാണ്. അന്നും ഉണ്ണി തന്നെയാണ് അവളെ ഓഫീസിൽ കൊണ്ടാക്കിയത്. പോകുന്ന വഴി ഏട്ടൻ്റെ മഹത്വം വിളമ്പുന്നുണ്ട്. കാത് കൊടുക്കാൻ പോലും തോന്നിയില്ല. കാരണം അയാൾ എത്ര നല്ലവനാണെങ്കിലും തനിക്ക് വെറുക്കപ്പെട്ടവനാണ്. ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ല. അത്രയ്ക്ക് വെറുക്കുന്നു. ഹൃദയ വഴിയിലൂടെ പോകുമ്പോൾ അറിയാതെയാണെങ്കിലും ചെറിയ പേടിയോടെ സുധിയെ നോക്കാറുണ്ട് ദിവസവും. എന്തോ ഒരു പേടി മനസ്സിൽ തട്ടുന്ന പോലെ. അവനെ കാണാതിരിക്കുമ്പോൾ ആശ്വാസം തോന്നും മനസ്സിന്. ദിവസങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ജോലിക്ക് പോകുന്ന കാരണം ഒറ്റപ്പെടുന്ന പോലെ തോന്നാറേ ഇല്ല അവൾക്ക്. ആ ജോലി എല്ലാ രീതിയിലും ആശ്വാസം തന്നെയായിരുന്നു. ജോലി കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ പോർച്ചിലെ കാർ കണ്ടപ്പോഴേ തോന്നി രവീന്ദ്രൻ മാമൻ വന്നിട്ടുണ്ടെന്ന്. കയറി ചെന്നപ്പോഴേ അയാൾ ഒരു വഷളം ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. കൊച്ചേ, ഒരു കാര്യം ചോദിക്കാനായിരുന്നേ. അത് കൊച്ചിൻ്റെ കെട്ടിയോനില്ല അഭി. ആ ചെക്കൻ എങ്ങനെയാ മരിച്ചത്? അല്ല, ആരെങ്കിലും കൊന്നതാണോ? അയാളുടെ പെട്ടെന്നൊരു ചോദ്യത്തിൽ ഒന്ന് പകച്ചു ഹൃദയ. രവീന്ദ്ര, നീ എന്തായി ചോദിക്കുന്നേ? ബോധമില്ല എന്നായോ നിനക്ക്? മുത്തശ്ശിയുടെ ദേഷ്യത്തോടെ നോക്കി ചോദിച്ചു. ഏയ്, ഒന്ന് അറിയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ അമ്മ. അല്ല, എൻ്റെ ഒരു ഫ്രണ്ടുണ്ടേ, അവൻ സ്ഥലം മെസ്സേജാണ്. അവൻ പറഞ്ഞു ഈ കുട്ടിയുടെ പരാതി കൊടുത്തിരുന്നു എന്ന്. അതൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അഫിയെക്കുറിച്ച് ഓർത്തതേ മിഴിക നിറഞ്ഞു വന്നു അവളുടെ. അത് ആക്സിഡൻ്റ് ആയിരുന്നു. ബൈക്കിൽ ഏതോ വണ്ടി ഇടിച്ചതാണ്. അവർ നിർത്താതെ പോയി. വണ്ടി അതെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ പരാതി കൊടുത്തത്. അഫിയുടെ ഓർമ്മയിലേക്ക് പോയതും സ്വരം ഇടറിപ്പോയി അവളുടെ. അതോ വല്ലവരും തീർത്തതാണോ കൊച്ചേ? ആർക്കറിയാം. എന്നാലും നിൻ്റെ ഒരു യോഗമേ, അവൻ പോയത് നന്നായി പോയല്ലോ കൊച്ചേ. അതുകൊണ്ട് കോടിപതിയുടെ കെട്ടിയോളാകാൻ പറ്റിയില്ലേ? അല്ല പെങ്ങളെ, ഓരോ യോഗങ്ങളെ. അയാൾ രമയെ നോക്കിയാണ് അവസാന വാക്കുകൾ ചോദിച്ചത്. അവളെ കളിയാക്കി പറഞ്ഞു. അയാളുടെ വാക്കുകളുടെ മുനയാൽ മനസ്സ് നോക്കുന്നത് അറിഞ്ഞു ഹൃദയ. വേദനയാ മുഖം കുനിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ തോന്നി അവൾക്ക്. എന്തിനോ എന്നറിയാതെ കണ്ണുനീരും പൊടിഞ്ഞു. ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നടന്നു. അപ്പോഴേക്കും മിഴികൾ പെയ്ത് ഇറങ്ങിയിരുന്നു. അവൾ പോകുന്ന കണ്ട് അയാളുടെ ചിരിയോടെ താടി ഒഴിഞ്ഞു. രവീന്ദ്രൻ ഇതിനാണോ ഇപ്പോൾ വന്നത്? ആ കുട്ടിയെ കരയിക്കാൻ. കണ്ണൻ്റെ സ്വത്ത് കണ്ട് കല്യാണം കഴിച്ചതല്ല ആ കുട്ടി. എൻ്റെ ആഗ്രഹം അതായിരുന്നു ആ വിവാഹം. നിൻ്റെ പെങ്ങളല്ല ഹൃദയ. ഓർത്താൽ കൊള്ളാം. അതിന് ഞാൻ എന്ത് പറഞ്ഞു എന്ന് അമ്മേ? സത്യാവസ്ഥ ഒന്ന് ചോദിച്ചു വന്നല്ലേ ഉള്ളൂ. തനിക്ക് എന്താണ് അറിയേണ്ടത്? ഞാൻ പറഞ്ഞാൽ മതിയോ? കടുപ്പിച്ച സ്വരം കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നെഞ്ചിൽ കൈ കെട്ടി നിൽക്കുന്ന ഭദ്രയെ കണ്ടും അയാൾ ഒന്നും പറിച്ചു പോകാതിരുന്നില്ല. അല്ല ഭദ്ര, അറിഞ്ഞിട്ടെന്താ? താൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുമോ? അതിനയാൾ ഓടി വന്ന് താടിയൊന്ന് ഒഴിഞ്ഞു ഭദ്രനെ നോക്കി. കണ്ടുപിടിച്ചാൽ? ഭദ്ര, അല്ല, അന്ന് ആ ചെക്കൻ മരിച്ച ദിവസം നീയുമായി എന്തോ കലപില ഉണ്ടായിരുന്നു എന്ന് ആരോ പറയുന്നത് കേട്ടു. അതാ. അയാളുടെ വാക്കുകൾ കേട്ടതും കോപത്തോടെ അയാളെ നോക്കി ഭദ്രൻ കണ്ണുകച്ചു വന്നു. കൈത്തരം ചുരുട്ടി മുഖത്ത് ഞരമ്പ് തെളിഞ്ഞു വന്നു. പാഞ്ഞു വന്ന് അയാളുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചു. താൻ ഭദ്രനെ പേടിപ്പിക്കുന്നു. താനധികം കിള്ളണ്ട, കേട്ടല്ലോ? താനെന്താ ഉദ്ദേശിച്ചതെന്ന് പിടികിട്ടി എനിക്കിട്ട് അധികം
പേടിപ്പിക്കാൻ വരണ്ട താൻ. പറഞ്ഞതും അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി. രമ ഓടി വന്ന് അവൻ്റെ കൈ പിടിച്ചു വലിച്ചു. വിടടാ, നാട്ടുകാരുടെ ദേഹത്ത് കയറുന്നത് പോരാഞ്ഞിട്ട് ആണോ വീട്ടിലും ഗുണ്ടായസം? കണ്ണാ, വിടയാളെ. മുത്തശ്ശിവനെ പിടിച്ചു മാറ്റി. ഗുണ്ടായസം കാണിക്കും. കാരണം ഇത് ശിവഭദ്രൻ്റെ വീടാണ്. ഭദ്രനെ നന്നാക്കാൻ ആരും വരണ്ട. അതുകൊണ്ട് ഇയാളോട് ഇപ്പോൾ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പറഞ്ഞതും അയാളെ ഉന്തിയിരുന്നവൻ തോളടിച്ച് നിലത്തേക്ക് വീണു. അയാൾ കോപത്താൻ മുഖം വലിഞ്ഞു മുറുകി രവീന്ദ്രൻ്റെ. കണ്ണാ, നീ അകത്ത് കയറിപ്പോ, ചെല്ല്. അയാളെ ഒന്ന് കടുപ്പിച്ച് നോക്കിയിട്ട് അകത്തേക്ക് നടന്നു അയാൾ. പിന്നെ അവൾ എൻ്റെ ഭാര്യയാണ്, ശിവഭദ്രൻ്റെ ഭാര്യ. അവളെ കരയിക്കാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇനി അവളോട് താൻ എന്തെങ്കിലും പറഞ്ഞാൽ നിരങ്ങിപ്പോകേണ്ടി വരും പാലായിക്ക്. അതും പറഞ്ഞ് നടന്നു നീങ്ങുന്നവനെ കോപത്തോടെ നോക്കിയാൽ. എൻ്റെ കുഞ്ഞിപ്പോഴാണ് ഒന്ന് ജീവിക്കുന്നത്, ഇവിടെ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത്. അതില്ലാതെ ആക്കല്ല് താൻ. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അത്രയും പറഞ്ഞ് മുത്തശ്ശി അയാളെ ഒന്ന് കടുപ്പിച്ച് നോക്കിയിട്ട് അകത്തേക്ക് പോയിരുന്നു. ദേഷ്യത്തരം മുഖം ഒന്ന് വലിഞ്ഞു മുറുകിയാളുടെ. ഇതിനൊക്കെ പകരം വീട്ടിയില്ല എങ്കിൽ എൻ്റെ പേര് രവീന്ദ്രനല്ല. ഏട്ടൻ നേരത്തെ എന്താ പറഞ്ഞത്? ഇനി പറയുകയല്ല രമേ, കാണിച്ചു കൊടുക്കും ഞാൻ അവന്. ഏട്ടൻ എന്താ ഈ പറയുന്നേ? ആ പെണ്ണിന് ഭദ്രൻ്റെ വെറുപ്പാണെന്ന് അതിവിടെ വന്ന ആദ്യം ദിവസം എനിക്ക് മനസ്സിലായതാണ്. അത് വെച്ച് കളിക്കും നമ്മൾ. രണ്ടിനെയും രണ്ട് വഴിക്കാക്കി തരാൻ പെങ്ങളെ ഞാൻ. അത് ശരിയാകുമെന്ന് തോന്നുന്നുണ്ട് ഏട്ടന്. അവൻ പിന്നെയും കെട്ടിയാലോ? അവനൊന്ന് പോയാലും മതിയായിരുന്നു. എടി പയ്യെ, ആരെങ്കിലും കേട്ടാൽ ഒരിക്കൽ നോക്കിയതല്ലേ നമ്മൾ. തല നാഴികയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടത്. ആ രണ്ടു പേരും കൂടി എന്താണ് ഒരു രഹസ്യം? ഉണ്ണിയുടെ ശബ്ദം കേട്ടതും ഞെട്ടലോട് രണ്ടുപേരും മാറി നിന്നു. ഒന്നുമില്ല മോനെ, കുറച്ച് കുടുംബകാര്യങ്ങൾ അല്ലേ പെങ്ങളെ. ഞാനോർത്ത് എന്തോ കുത്തിത്തിരിപ്പാണെന്ന്. അമ്മയുടെ മനസ്സിൽ ആവശ്യമില്ലാതെ വിഷം കുത്തി കയറ്റേണ്ട അമ്മാവ. അതും പറഞ്ഞ് രൂക്ഷമായി ഒന്ന് നോക്കി വെളിയിലേക്ക് നടന്നു. ഇവ നിൻ്റെ തന്നെയാണോ? നന്നാകില്ല ഒരിക്കലും, നാശം പിടിച്ചവൻ. മുറുമുറുത്തു അയാൾ. അബിയുടെ ഓർമ്മകൾ കുത്തി നോവിച്ചു. ഒരു മാസമേ ജീവിച്ചുള്ളൂവെങ്കിലും അവൻ നൽകിയ സ്നേഹവും കരുതലും ഇനി ഒരിക്കലും കിട്ടത്തില്ല. തനിക്ക് ആ ഓർമ്മയ്ക്കായി വെച്ചിരുന്ന താലി പോലും അയാൾ പൊട്ടിച്ചെടുത്തു. അറിയില്ല, അമ്മ പറഞ്ഞ നേരാണെങ്കിൽ അയാൾ നല്ലവനായിരിക്കുമോ? നല്ല മനസ്സുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? പല രാത്രിയിലും തന്നെ ചേർത്ത് പിടിച്ചാണ് കിടക്കുന്നത്. എന്നാൽ തന്നെ അയാൾ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. അയാളുടെ അഭിനയമായിരിക്കുമോ? പക്ഷെ എന്തിന്? ഹൃദയയുടെ മനസ്സ് ചോദ്യോത്തരങ്ങൾ തമ്മിൽ പോരാട്ടം നടന്നു. ഉത്തരം കിട്ടാതെ അവളും. ഭദ്രൻ കയറി വന്നതും കണ്ടു നിലത്ത് ഇരിക്കുന്നവളെ. തുറന്നു കിടന്ന കതക് പുറങ്കാലുകൊണ്ട് ചവിട്ടി അടച്ചു ഭദ്രൻ. അതൊരു വലിയ ശബ്ദത്തോട് അടയ്ക്കപ്പെട്ടതും ഞെട്ടലോട് ചാടി എഴുന്നേറ്റു. എന്തിനാണ് ഈ മോങ്ങണേ? എന്നോട് കുരയ്ക്കാൻ നാക്കുണ്ടല്ലോ നിനക്ക്. അവളുടെ ഒരു മോങ്ങൽ. എഴുന്നേറ്റ് പോടി എൻ്റെ മുറിയിന്ന് പറയുകയും ബെഡിലേക്ക് ദേഷ്യത്തോടെ മലന്ന് കിടന്നു. കൈ മടക്കി മുഖത്തായി വെച്ച് കിടന്നു. അവളുടെ കരച്ചിലിൻ്റെ ബാക്കിയായി ഏങ്ങൽ കേട്ടതും കൈമാറ്റി രൂക്ഷമായി നോക്കി അവളെ. നിന്നോടാ പറഞ്ഞത് പോകാൻ. എനിക്ക് സ്വസ്ഥമായി ഒന്ന് കിടക്കണം. എന്നാൽ അവിടെ തന്നെ നിന്നു അവൾ. പോകുന്നില്ല എന്ന് കണ്ടതും ദേഷ്യത്തോടെ തിരിഞ്ഞു കിടന്നു ഭദ്രൻ. രവീന്ദ്രൻ മാമനോട് ദേഷ്യപ്പെടുന്നത് കേട്ടിരുന്നു താൻ. തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കുന്നു. അബിയുടെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇയാളും. ആദ്യമായി ശിവഭദ്രനോട് മതിപ്പ് തോന്നി. അയാളുള്ള വെറുപ്പ് മാറുന്നത് അറിഞ്ഞവൾ. തുടരും. ഈ കഥ ഒരു ചെറിയ കഥയാണ് കേട്ടോ. ഞാൻ ആദ്യകാല സമയങ്ങളിലൊക്കെ എഴുതിയ കഥയാണ്. അതുകൊണ്ട് തന്നെ കുറേ തിരുത്തലുകളും വേണ്ടി വന്നു. ഒത്തിരി തെറ്റുകളുമുണ്ട്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.